ബൂത്ത് നമ്പർ 30 ഹലോ പറഞ്ഞു ജിംഷാദ് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ബൂത്ത് നമ്പർ 30 ക്യാപിറ്റൽ ഗാർഡൻ, ചൈത്രം, ടോപ്പ് പാരഡൈസ്, ശ്രീശങ്കരി, ക്യാപിറ്റൽ വില്ലേജ്, ഇത്രയും സ്ഥലം, ഇത്രയും ഫ്ലാറ്റുകൾ ഉണ്ട്. ഇവിടെ എവിടെയും ആരും താമസമില്ല എന്നുള്ളതിനെ പറ്റിയിട്ട് സ്ഥിരീകരണമുണ്ട്. അവിടെയൊക്കെ വോട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന അജയകുമാർ എന്നയാളുടെ വോട്ട് ചേർത്തിരിക്കുന്നത് പ്രസന്ന അശോക്. ഇപ്പൊ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഒരു വല്ലാത്ത വിരോധാഭാസം നോക്കണം കേട്ടോ. വാശി പിടിക്കുന്നത് എന്തിനാണ്? എന്റെ വീട്ടിൽ വന്നിട്ട് വേറൊരാൾ വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയട്ടെ, പിന്നെ അത് അവരുടെ അവകാശമല്ലേ. എന്റെ വീട്ടിൽ ഈ പറയുന്ന ആളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വേറെ ആരെങ്കിലും വോട്ട് ചോദിച്ചാൽ അയാൾ ചോദിക്കില്ലേ? ചോദിക്കില്ലായിരിക്കും, അദ്ദേഹം ചോദിക്കില്ലായിരിക്കും. ഈ നാട്ടിലെ എല്ലാ പൗരന്മാരും ചോദിക്കും. വലിയൊരു കോമഡി എന്താണെന്നറിയാമോ? ഇപ്പൊ പറയുന്നതിന്റെ ഒരു ടെക്നിക്കൽ ന്യായം എന്താണെന്ന് അറിയാമോ? ഇവരെല്ലാവരും അവിടെ ഇലക്ഷൻ പ്രവർത്തനത്തിൽ പങ്കെടുത്തു. ഷാജി വരവൂര്, ഉണ്ണികൃഷ്ണൻ, ഈ പറയുന്ന കാസർഗോഡ് കിടക്കുന്ന ഒരു ആശീഷ്, ഇവരൊക്കെ ഇലക്ഷൻ പ്രചരണമായിട്ട് കുറെ കാലമായിട്ട് അവിടെ താമസം ഉണ്ടായിരുന്നു. എത്ര കാലമായി താമസം ഉണ്ടായിരുന്നു എന്നതിന് കൃത്യമായ രേഖയൊന്നുമില്ല. താമസം ഉണ്ടായിരുന്നു എന്ന് ഇവരങ്ങ് പറയുന്നു, അത്ര തന്നെ. ഇനി താമസം ഉണ്ടെന്ന് വെക്കുക. ഇലക്ഷന് ജയിക്കാനുള്ള വഴി എന്ന് പറയുന്നത് മറ്റ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഒന്നാകെ കൊണ്ടുപോയി ജയിപ്പിക്കും. ഞങ്ങളിങ്ങനെ പല നാടുകളിൽ നിന്ന് ഡംപ് ചെയ്ത് ജയിപ്പിക്കും. അങ്ങനെ ജയിപ്പിക്കുന്നതിന് ടെക്നിക്കലി ശരി, നിങ്ങൾ വേണമെങ്കിൽ കൊണ്ടുപോയി കൊടുക്കുക. എന്തൊരു അപഹാസ്യമായ വാദമാണ്. തൃശ്ശൂരിലെ ജനതയുടെ MP ആയിട്ട് ഒരാളെ തെരഞ്ഞെടുക്കുന്ന ഇലക്ഷനാണ് അവിടെ നടക്കുന്നത്. തൃശ്ശൂരിലെ ജനതയുടെ MP തൃശ്ശൂരിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവിടെ വോട്ട് ചോദിക്കുന്നത്. തൃശ്ശൂരിലെ സാധാരണ മനുഷ്യരുടെ ആവശ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാനായിട്ടാണ് അവിടേക്ക് പോകുന്നത്. അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പുറത്തുനിന്ന് കുറെ ആൾക്കാരെ അവിടെ കൊണ്ടുവന്നിട്ട് ബോൺസായി പോലെ പ്ലാൻ ചെയ്ത് ആ ആൾക്കാരുടെ വോട്ട് വാങ്ങി ജയിക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ ഇലക്ഷൻ നടത്തുന്നത്. ആ നാട്ടിലെ ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് അയാൾ പാർലമെന്റിലേക്ക് പോകേണ്ടത്. അതാണ് അതിന്റെ ജനാധിപത്യപരമായ ശരി. ധാർമ്മികത എന്നൊരു കാര്യത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ട് പോലുമില്ലേ? അത് കേൾക്കാതെയാണോ നിങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്?